നമസ്കാരം. പല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മാസീവ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ക്ലിയർ ഔട്ടിനെ കുറിച്ചാണ്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കറിയാം യുണൈറ്റഡിന്റെ പല പ്ലേയേഴ്സും ചിലപ്പോൾ ഈ ജനുവരി വിൻഡോയിലോ അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന സമ്മർ വിൻഡോയിലോ പുറത്തു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ ഒരു പിടി പ്ലേയേഴ്സ് ഇപ്പോൾ വലിയ വേജ് ബില്ലൊക്കെ വാങ്ങി ടീമിലുണ്ട്. പക്ഷെ അവരുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഈ പ്ലേയേഴ്സിന് കിട്ടുന്നില്ല എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഫോളോയിങ് പ്ലേയേഴ്സ് ഇനി വരാൻ പോകുന്ന വിൻഡോയിൽ ഉറപ്പായിട്ടും പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് സാൻജോയുടെ സിറ്റുവേഷൻ അറിയാം. സാൻജോ ഇപ്പോൾ ലോണിലൂടെ ചെൽസിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ലാത്ത പെർഫോമൻസ് പുള്ളി ചെൽസിക്ക് വേണ്ടി കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ ഒബ്ലിഗേഷൻ ടു ബൈ ക്ലോസ് പുള്ളിയുടെ കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ചെൽസി എന്തായാലും പുള്ളിയെ പെർമനന്റ് ആയിട്ട് വാങ്ങിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് യുണൈറ്റഡ് ഇപ്പോൾ ഉള്ളത്. അത് മാത്രമല്ല, റാഷ്ഫോർഡിന്റെ സിറ്റുവേഷൻ നമുക്കറിയാം. പുള്ളി കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ സ്ക്വാഡിൽ പോലും ഉണ്ടായിരുന്നില്ല. പുള്ളി ഇപ്പോഴും 350K അടുത്ത് സാലറി ഓരോ വീക്കിലും വാങ്ങിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളി എത്രയും പെട്ടെന്ന് ആ ഒരു വേജ് ബില്ലിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി യുണൈറ്റഡിന്റെ ബോർഡ് ശ്രമിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോ പുറത്തു വരുന്ന റൂമേഴ്സ് ഒക്കെ അനുസരിച്ച് സൗദി ലീഗിലേക്ക് പോകാൻ പുള്ളിക്ക് താല്പര്യമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോൺ ഔട്ട് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കയ്യിൽ ഇപ്പോൾ ഉള്ളൂ. എന്തായാലും പുള്ളി ലോണിലൂടെ പുറത്തു പോകുമോ എന്ന് നമുക്ക് നോക്കിക്കണ്ട് അറിയേണ്ടി വരും. കസമീറോ സൗദി ലീഗിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നമുക്കറിയാം പുള്ളിയെ റയലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആദ്യത്തെ സീസൺ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത്രയ്ക്കും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് പുള്ളിയുടെ സൈഡിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു മാസീവ് ആയിട്ടുള്ള ഡിപ്പാണ് കസമീറയുടെ പെർഫോമൻസിൽ നമ്മൾ കണ്ടത്. ചില മത്സരത്തിൽ കളിക്കുന്നു, ചില മത്സരത്തിൽ വളരെ ലെഗി ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടു. പുള്ളിയും ഈ ഒരു സീസൺ എൻഡോടെ പുറത്തേക്ക് പോകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. മെയ്സൺ മൗണ്ടിന്റെ കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. നമുക്കറിയാം വളരെ പ്രതീക്ഷയോടെ ടെന്നാഗ് സൈൻ ചെയ്ത് പുള്ളിയെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ തുടരെയുള്ള ഇഞ്ചുറി കൺസേൺസ് പുള്ളിയുടെ പെർഫോമൻസിനെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ 2-3 മാസമൊക്കെയാണ് ഓരോ സീസണിലും പുള്ളി പുറത്തേക്ക് പോകുന്നത്. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇഞ്ചുറി വരുന്നു. പുള്ളി പെർഫോം ചെയ്ത മാച്ചുകൾ വളരെ ചുരുക്കമാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അമോരത്തിന്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സ്ക്വാഡിൽ പുള്ളി ഉണ്ടാവുമോ എന്ന് കണ്ടറിയേണ്ട മറ്റൊരു കാഴ്ച തന്നെയാണ്. ആന്റണിയുടെ കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അമാദ് ആ ഒരു പൊസിഷനിൽ വന്നതോടുകൂടി ആന്റണിയുടെ പെർഫോമൻസ് പല ആൾക്കാരും ചോദ്യം ചെയ്യാൻ തുടങ്ങി. പുള്ളിയെ ഒരു ലോസ് ഒക്കെ കട്ട് ഓൺ ചെയ്തുകൊണ്ട് മറ്റൊരു ടീമിലേക്ക് അയക്കാനുള്ള സാധ്യത ഇവിടെ ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. കാരണം വലിയ എമൗണ്ട് കൊടുത്തിട്ടാണ് അയാക്സിൽ നിന്ന് ടെന്നാഗ് പുള്ളിയെ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ആന്റണിയുടെ ഇമ്പാക്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഇമ്പാക്ട് ഒന്നും പുള്ളിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. എനിക്ക് തോന്നുന്നു അമോറിയും പുള്ളിയെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഇറങ്ങിയ കളികളിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ചിലപ്പോൾ അമാദും ആന്റണി ആയിട്ട് ഒന്നിച്ച് കളിക്കുന്ന സമയത്ത് 1-2 മത്സരങ്ങളിൽ ചെറിയ സ്പാർക്കൊക്കെ കണ്ടിട്ടുണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമാണ് ആന്റണിയുടെ സൈഡിൽ നിന്ന് നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല, ലിൻഡലോഫ് ഈ ഒരു സീസൺ എൻഡോടെ ടീം വിടുന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞു. 8 വർഷത്തിന് ശേഷമാണ് ലിൻഡലോഫ് ടീം വിട്ടുപോകുന്നത്. ലൂക്ഷയുടെ കാര്യം നമുക്കറിയാം. പുള്ളിയും ഇഞ്ചുറി കൊണ്ട് പൊറുതുമുട്ടിയിരിക്കുകയാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് തുടരെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറി പുള്ളിയുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഒരു സീസൺ ഒന്നും ഒരിക്കലും ട്രസ്റ്റ് ചെയ്ത് നമുക്ക് ലൂക്ഷയുടെ പിറകെ പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അതുകൊണ്ട് ചിലപ്പോൾ ഓപ്ഷൻ അവൈലബിൾ ആണെങ്കിൽ ലൂക്ഷായും പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ജോണി വാൻസിന്റെ കാര്യം നമുക്കറിയാം. പുള്ളി ഒരു സീസൺ എക്സ്റ്റൻഷനോടെ ടീമിലേക്ക് വന്നിട്ടുള്ളതാണ്. പുള്ളിയെയും ഇനി വേജ് ബില്ലിൽ ആഡ് ചെയ്തിട്ട് പുതിയ കോൺട്രാക്ട് ഒക്കെ കൊടുത്ത് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ജോണി വാൻസിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പുള്ളിയുടെ ഏജൊക്കെ വെച്ചിട്ട് മാക്സിമം പെർഫോം ചെയ്യാൻ വേണ്ടി പുള്ളി ശ്രമിക്കാറുണ്ട്. പക്ഷേ പുള്ളിയെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. ഇവരെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗർനാച്ചോ, ബ്രൂണോ ഫെർണാണ്ടസ് ഈ രണ്ടുപേരും ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നമുക്കറിയാം ബ്രൂണോ ലീഡറാണെന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷേ ബ്രൂണോയുടെ ഒരു ആറ്റിറ്റ്യൂഡും ടീമുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനും ഒക്കെ ചിലപ്പോൾ പ്രശ്നത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ബ്രൂണോയെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ക്യാപ്റ്റനായിട്ട് തന്നെ കൊടുക്കുമോ എന്നുള്ള കാര്യവും
ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. കാരണം ലിസാൻഡോ മാർട്ടിനസിനെ ക്യാപ്റ്റൻ ആക്കും എന്നുള്ള ഒരു റൂമറൊക്കെ നമുക്ക് കേട്ടായിരുന്നു. 1-2 മാച്ചിൽ പുള്ളി അങ്ങനെ ആ ഒരു റോൾ ഏറ്റെടുത്തിട്ട് കൊടുത്തിട്ടുള്ള പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഗർനാച്ചോയുടെ കാര്യവും കൺസിഡർ ചെയ്യേണ്ടത്. പക്ഷെ പുള്ളിയുടെ ഏജും കോൺട്രാക്ട് സിറ്റുവേഷനൊക്കെ വെച്ച് ചിലപ്പോൾ ഒരു ചാൻസ് കൊടുക്കാൻ അമോറിയം തയ്യാറായിരിക്കും. എന്തായാലും ഈ ഒരു സീസൺ എൻഡോടെ ഒട്ടുമിക്ക പ്ലേയേഴ്സിനെയും പുറത്താക്കാനുള്ള ഒരു വലിയ പ്ലാൻ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.